എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 15 പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നതിൻ്റെ തുടർച്ച. ഫോർ ദി സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ write the algebraic expression for sequence of sums of inner angles, sums of outer angles, measure of an inner angle and measure of an outer angle. സമഭുജത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക, ഒരു അകക്കോണിൻ്റെ അളവ്, ഒരു പുറംകോണിൻ്റെ അളവ്, ഇതിൻ്റെയൊക്കെ ബീജഗണിത രൂപം എഴുതുക എന്നാണ് ചോദ്യം. ഈ അകക്കോണിൻ്റെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിൻ്റെ അളവ്, ഒരു പുറംകോണിൻ്റെ അളവ്, ഇതിൻ്റെയൊക്കെ നമ്പർ സീക്വൻസ് സംഖ്യാശ്രേണി എഴുതാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ബീജഗണിത രൂപം എങ്ങനെയാണ് എഴുതുന്നതെന്നാണ്. ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ ദി സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ. എന്താണ് റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജം? വശങ്ങൾ തുല്യമായിരിക്കും, കോണുകളും തുല്യമായിരിക്കും. അങ്ങനെയുള്ള ബഹുഭുജങ്ങളെയാണ് നമ്മൾ റെഗുലർ പോളിഗൺസ് അല്ലെങ്കിൽ സമബഹുഭുജം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈക്വലാറ്റർ ട്രയാങ്കിൾ സമഭുജ ത്രികോണമാണ്. അപ്പം 3 വശവും തുല്യമായിരിക്കും, 3 കോണും തുല്യമായിരിക്കും. ഇത് സ്ക്വയർ അഥവാ സമചതുരമാണ്, 4 വശമുള്ള റെഗുലർ പോളിഗൺ. അപ്പോൾ ഇതിൻ്റെ 4 വശവും തുല്യമായിരിക്കും, 4 കോണുകളും തുല്യമായിരിക്കും. ഇത് റെഗുലർ പെൻറ്റഗൺ. ഇവിടെ 5 വശവും തുല്യമായിരിക്കും, 5 കോണുകളും തുല്യമായിരിക്കും. ഇനി അടുത്തത് 6 വശവും തുല്യമായിരിക്കും, 6 കോണും തുല്യമായിരിക്കും. അങ്ങനെയുള്ള രൂപത്തിൻ്റെ പേരെന്താണ്? റെഗുലർ ഹെക്സഗൺ, സമ ഷഡ്ഭുജം. ഇങ്ങനെ ജ്യാമിതീയ രൂപങ്ങൾ തുടർന്നു പോകും. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് സംസ് ഓഫ് ഇന്നർ ആംഗിൾസ്, അതിൻ്റെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഏത് ബഹുഭുജത്തിൻ്റെയും അകക്കോണിൻ്റെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വശം എത്രയുണ്ടെന്ന് നോക്കുക, അതിനകത്ത് നിന്ന് 2 കുറച്ചിട്ട് 180 കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മൾ ഈ സീക്വൻസ് കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പേജ് 10 ഈ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 10 ഒരു കണക്ക് ചെയ്തതാണ്, സംസ് ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഈ കണക്കിൽ നമുക്ക് ഇതിൻ്റെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്നാലും ഞാനൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിന് 3 വശമുണ്ട്. 3 വശമുള്ളപ്പോൾ 3ന് 2 കുറച്ചു അല്ലേ? അപ്പോൾ 1 × 180 ഇതിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സമ്മ്. ഇനി സ്ക്വയറിൻ്റെ എന്ത് വരും? സ്ക്വയറിന് എത്ര വശമുണ്ട്? 4 വശമുണ്ട്. 4 വശത്തിൽ നിന്ന് 2 കുറയ്ക്കുക. 4 - 2 എത്രയാണ്? 2. 2 × 180 ആയിരിക്കും സ്ക്വയറിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സമ്മ്. ഇനി റെഗുലർ പെൻറ്റഗൺ സമപഞ്ചഭുജത്തിൻ്റെയോ എത്ര വശമുണ്ട്? 5 വശമുണ്ട്. 5ൽ നിന്ന് 2 കുറച്ചാൽ 3. 3 × 180 ഇങ്ങനെ ഈ സീക്വൻസ് തുടർന്നു പോകും. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിനെ എങ്ങനെ എഴുതാം? 1 × 180 എന്ന് പറഞ്ഞാൽ 180 ആണ്. 2 × 180 എത്രയാണ്? 18നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 36 ആണ്. സംശയൻ്റെ ഗുണിച്ച് നോക്കിയാൽ മതി. 2 16 1 ബാക്കി 1 2 2 2 1 3. അപ്പം 360. പിന്നെ 18നെ 3 കൊണ്ട് ഗുണിച്ചാൽ 8 3 24 2 ബാക്കി 1 3 3 3 2 5 540. ഇങ്ങനെ തുടർന്നു പോകുന്നു. നമുക്ക് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്, ബീജഗണിത രൂപം. അപ്പം ബീജഗണിത രൂപം കണ്ടുപിടിക്കണമെങ്കിൽ പൊസിഷനും ടേമും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? 180 ആണല്ലോ. ഈ 180 നമുക്ക് എങ്ങനെ കിട്ടിയതാണ്? 1 × 180 അങ്ങനെയല്ലേ 180 കിട്ടിയത്. ഇനി സെക്കൻഡ് ടേം എന്താണ്? 2 × 180 അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 360. തേർഡ് ടേം എന്താണ്?
3 × 180. അങ്ങനെയാണ് നമുക്ക് 540 എന്ന് കിട്ടിയത്. ഇപ്പം തന്നെ നമുക്ക് പൊസിഷനും ടേമും തമ്മിലുള്ള ബന്ധം കിട്ടിയല്ലോ. പൊസിഷൻ ഇവിടെ 1 ആകുമ്പോൾ ഇവിടെ 1, ഇവിടെ 2 ആകുമ്പോൾ ഇവിടെയും 2, ഇവിടെ 3 ആകുമ്പോൾ ഇവിടെയും 3 അല്ലേ. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കതിനെ പൊതുവായിട്ട് എങ്ങനെ പറയാം? xn ഈക്വൽ ടു n × 180. n × 180 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? 180n. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്താണ്? xn ഈക്വൽ ടു 180n. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ് ഓഫ് ഔട്ടർ ആംഗിൾസ്. അതിൻ്റെ ബീജഗണിത രൂപം ഓൾജിബ്രൈക്ക് എക്സ്പ്രഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഔട്ടർ ആംഗിൾ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കണക്ക് ചെയ്യുമ്പം പറഞ്ഞതാണ്. എന്താണ്? ഇപ്പോൾ ത്രികോണത്തിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ത്രികോണത്തിൻ്റെ ഈ വശം പുറത്തേക്ക് നീട്ടി വരയ്ക്കുക. അപ്പോൾ ഈ പുറത്ത് കാണുന്ന ആംഗിൾ. അപ്പോൾ 3 ഇന്നർ ആംഗിൾ ഉണ്ടെങ്കിൽ 3 ഔട്ടർ ആംഗിൾ ഉണ്ടായിരിക്കും. അതേപോലെ ഇവിടെ എത്ര ഇന്നർ ആംഗിൾ ഉണ്ട്? 4 ഇന്നർ ആംഗിൾ ഉണ്ടെങ്കിൽ 4 ഔട്ടർ ആംഗിളും ഉണ്ട്. 5 ഇന്നർ ആംഗിൾ ഉണ്ടെങ്കിൽ 5 ഔട്ടർ ആംഗിളും ഉണ്ട്. ഏത് ബഹുഭുജത്തിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? 360 ആയിരിക്കുമെന്ന് നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ സംസ് ഓഫ് ഔട്ടർ ആംഗിൾസ്, ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സം 360, സ്ക്വയറിൻ്റെ 360, റെഗുലർ പെൻറ്റഗണിൻ്റെയും സംസ് ഓഫ് ഔട്ടർ ആംഗിൾ 360 ആണ്. ഫസ്റ്റ് ടേം എന്താണ്? 360 ആണല്ലോ. x2 എന്താണ്? 360. x3 എന്താണ്? 360. ഇവിടെ 360ക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ പോയാൽ നമുക്ക് പൊതുവായി എന്ത് പറയാം? xn സമം എന്താണ്? 360. അപ്പോൾ ഈ സംസ് ഓഫ് ഔട്ടർ ആംഗിളിൻ്റെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപം എന്താണ്? xn ഈക്വൽ ടു 360. ഇനി അടുത്തതായിട്ട് നമുക്ക് മെഷർ ഓഫ് എൻ ഇന്നർ ആംഗിൾ, ഒരു അകക്കോണിൻ്റെ അളവ്, ആ ശ്രേണിയുടെ ബീജഗണിത രൂപം ഓൾജിബ്രൈക്ക് എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം സമബഹുഭുജങ്ങൾ, റെഗുലർ പോളിഗൺസ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റെഗുലർ പോളിഗൺസിൻ്റെ എല്ലാ കോണുകളും തുല്യമാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 കോണുകളും കൂടെ കൂട്ടിയാൽ 180 ആണെന്ന് നമ്മൾ തൊട്ട് മുമ്പേ കണ്ടു അല്ലേ. അപ്പോൾ ഒരു കോണിൻ്റെ അളവ്, 3 കോണുകളും തുല്യമാണ്. അപ്പോൾ ഒരു കോണിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 180/3. ഇവിടെ 4 കോണുകളും ഈ സ്ക്വയറിൻ്റെ തുല്യമാണ്. 4 കോണുകളും കൂടെ കൂട്ടിയാൽ 360 ആണ്. അപ്പോൾ ഒരു കോൺ 360/4 ആയിരിക്കും. അതേപോലെ തന്നെ ഈ റെഗുലർ പെൻറ്റഗൺ, ഇതിൻ്റെ 5 കോണുകളും കൂടെ കൂട്ടിയാൽ 540 ആണ്. 5 കോണുകളും തുല്യമാണ്. അപ്പോൾ ഒരു കോൺ 540/5 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം മെഷർ ഓഫ് എൻ ഇന്നർ ആംഗിൾ, ട്രയാങ്കിളിൻ്റെ ഒരു കോണിൻ്റെ അളവ് 180/3, സ്ക്വയറിൻ്റെ ഒരു കോണിൻ്റെ അളവ് 360/4, പിന്നെ റെഗുലർ പെൻറ്റഗണിൻ്റെ ഒരു കോണിൻ്റെ അളവ് 540/5. ഇങ്ങനെ തുടർന്നു പോകും. 180/3 എത്രയാണ്? 18നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 6 3 18. പിന്നെ ഒരു 0 കൂടെ ചേർത്താൽ മതി. അതേപോലെ തന്നെ 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9 4 36 9. പിന്നെ ഒരു 0 കൂടെ ചേർത്താൽ മതി. 360നെ 4 കൊണ്ട് ഹരിച്ചാൽ 90. 540നെ 5 കൊണ്ട് ഹരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഹരിക്കാൻ പാടായിരിക്കും. അപ്പോൾ സൈഡിൽ എവിടെയെങ്കിലും ഹരിച്ച് നോക്കിയാൽ മതി. 540നെ 5 കൊണ്ട് ഹരിക്കുന്നു. 5ൽ 5 ഒരു പ്രാവശ്യം, 1 5 5 0. 5ന് 5 കുറച്ചാൽ 0. പിന്നെ 4 ഇറക്കിയിട്ടു. 4നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ 0 ഇട്ടു. 40ൽ 5 8 പ്രാവശ്യം, 8 5 40. അപ്പോൾ എത്ര വന്നു? 108. അപ്പോൾ 540/5 108. ഇങ്ങനെ തുടർന്നു പോകും. നമുക്ക് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൊസിഷനും ടേമും തമ്മിലുള്ള ബന്ധം കണ്ടെത്തണം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം x1 സമം എത്രയാണ്? 60.
ഈ 60 നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയത്? 180/3 ആണല്ലോ. ഇവിടെ പിന്നെ 90 നമുക്ക് കിട്ടിയത് 360/4 നിന്നാണ് 90 കിട്ടിയത്. 108 എന്ന് കിട്ടിയത് 540/5. അപ്പോൾ ഈ ഫ്രാക്ഷൻ്റെ ഒക്കെ ന്യൂമറേറ്റർ ഒന്ന് ശ്രദ്ധിച്ചേ. 180, 360, 540 ഇങ്ങനെ പോകും. അതായത് സംസ് ഓഫ് ഇന്നർ ആംഗിൾ 180, 360, 540 ആണല്ലേ. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 1 × 180, 2 × 180 360, 3 × 180 540. അപ്പം നമുക്ക് ഈ 180 എങ്ങനെ എഴുതാം? 1 × 180/3. ഇനി അതേപോലെ തന്നെ x2 എത്രയാണ്? 90 ആണ് അല്ലേ. 90 നമുക്ക് എങ്ങനെ എഴുതാം? 360/4. ഈ 360 എങ്ങനെ എഴുതാം? 2 × 180 അല്ലേ. 2 × 180/4. ഇനി അതേപോലെ തന്നെ x3 എത്രയാണ്? 108. എങ്ങനെയാണ് നമുക്ക് 108 കിട്ടിയത്? 540/5. ഈ 540 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 180/5. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് പൊസിഷനും ടേമും തമ്മിലുള്ള ബന്ധം എത്താം. നിങ്ങൾ ഇതും ഈ x1 ഒന്ന് നോക്കിക്കേ. അതേപോലെ x2 ഇതും ഒന്ന് നോക്കിക്കേ. x3 ഇതും ഒന്ന് നോക്കിക്കേ. അത് മാത്രം ഞാനൊന്ന് എഴുതാം. x1 = 1 × 180/3. x2 = 2 × 180/4. x3 = 3 × 180/5. ഇവിടെ ഫസ്റ്റ് ടേം ആകുമ്പോൾ 1 ന്യൂമറേറ്റർ ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ടേം x1 ആകുമ്പോൾ 1 × 180. സെക്കൻഡ് ടേം x2 ആകുമ്പോൾ 2 × 180. തേർഡ് ടേം x3 ആകുമ്പോൾ 3 × 180. പിന്നെ ഡിനോമിനേറ്ററോ ഇവിടെ 1 ആകുമ്പോൾ 1ൻ്റെ കൂടെ 2 കൂടി 3. ഇവിടെ 2 ആകുമ്പോൾ 2ൻ്റെ കൂടെ 2 കൂടി 4. 3 ആകുമ്പോൾ 3ൻ്റെ കൂടെ 2 കൂടി 5. അപ്പം x4 എന്തായിരിക്കും? 4 × 180/4ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 6. ഇതെത്ര വരും? 18നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 8 4 32, 3 ബാക്കി 72 അല്ലേ. പിന്നെ ഒരു 0 കൂടെ ഇട്ടാൽ മതി. 720നെ 6 കൊണ്ട് ഹരിക്കുക. എത്ര വരും? 720നെ 6 കൊണ്ട് ഹരിച്ചാൽ 7ൽ 6 ഒരു പ്രാവശ്യം. 1 6 6 അല്ലേ. അങ്ങനെ ഹരിക്കാൻ പ്രയാസമാണെങ്കിൽ സൈഡിൽ ഹരിച്ച് നോക്കിയാലും മതി. 720നെ 6 കൊണ്ട് 1 6 6. 7ൽ 6 കുറച്ചാൽ 1. 2 ഇറക്കിയിട്ടു. 12ൽ 2 പ്രാവശ്യം. 6 12 0 അല്ലേ. വീണ്ടും 0 ഇറക്കിയിട്ട് 0നെ ഹരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ത് കിട്ടി? 120 എന്ന് കിട്ടി. ഫോർത്ത് ടേം. x3 ഒക്കെ നമുക്കറിയാമല്ലോ. x3 108 ആണ്. 108നെയാണ് നമ്മളിങ്ങനെ എഴുതിയത്. ഇത് 90നെയാണ് ഇങ്ങനെ എഴുതിയത്. ഇത് 60നെയാണ് ഇങ്ങനെ എഴുതിയത്. ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ പൊതുവായി എഴുതാം? xn = n × 180/ ഇവിടെ 4 ആകുമ്പോൾ ഇവിടെ 6 ആണ്, 2 കൂടി. ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ 2 കൂടി 5 ആണ്. അപ്പോൾ ഇവിടെ n ആകുമ്പോൾ n+2. അപ്പോൾ n × 180 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 180n/n+2. അപ്പം മെഷർ ഓഫ് എൻ ഇന്നർ ആംഗിൾ 60, 90, 108 ഇങ്ങനെ പോകുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം 180n/n+2 ആണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മെഷർ ഓഫ് എൻ ഔട്ടർ ആംഗിൾ, ഒരു പുറംകോണിൻ്റെ അളവ്, അതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. അപ്പോൾ ട്രയാങ്കിളിന് എത്ര പുറംകോണുണ്ട്? 3 പുറംകോണും ഉണ്ട്, 3 അകക്കോണും ഉണ്ട് അല്ലേ. 3 ഔട്ടർ ആംഗിളും ഉണ്ട്, 3 ഇന്നർ ആംഗിളും ഉണ്ട്. ഇന്നർ ആംഗിൾ എല്ലാം ഈക്വലാണ്, അതേപോലെ ഔട്ടർ ആംഗിളും എല്ലാം ഈക്വലാണ്.
അതേപോലെ സ്ക്വയറിൻ്റെയും ഔട്ടർ ആംഗിൾ എല്ലാം ഈക്വലാണ്. റെഗുലർ പെൻറ്റഗൺ സമപഞ്ചഭുജത്തിൻ്റെയും ഔട്ടർ ആംഗിൾ എല്ലാം ഈക്വലാണ് അല്ലേ. ഇതിൻ്റെ എല്ലാം ഇന്നർ ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഇവിടെ 3 ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിയാൽ 360. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 3 ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിയാൽ 360. എല്ലാ ഔട്ടർ ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 360/3. പിന്നെ ഇവിടെ 4 ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിയാൽ 360. 4 ഔട്ടർ ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ 360/4. അതേപോലെ ഇവിടെ എത്ര ഔട്ടർ ആംഗിളുണ്ട്? 5 ഔട്ടർ ആംഗിളുണ്ട്. 5 ഔട്ടർ ആംഗിളും ഈക്വലാണ്. 5 ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിയാൽ 360. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ എന്തായിരിക്കും? 360/5. അപ്പം മെഷർ ഓഫ് എൻ ഔട്ടർ ആംഗിൾ എന്ത് വരും? 360/3, 360/4, 360/5 ഇങ്ങനെ തുടർന്ന് പോകും. അപ്പോൾ 360/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360/3. 1 3 3 0. 6ൽ 3 2 പ്രാവശ്യം 2 3 6. 6ൽ 6 കുറച്ചാൽ 0. വീണ്ടും ഒരു 0 ഇറക്കിയിട്ട് ഹരിക്കാൻ മേല. 120. എത്ര വരും? 120. പിന്നെ 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9 4 36. പിന്നെ ഒരു 0 കൂടെ ചേർത്താൽ മതി. അപ്പോൾ 360നെ 4 കൊണ്ട് ഹരിച്ചാൽ 90. ഇനി 360നെ 5 കൊണ്ട് ഹരിച്ചാലോ? 360 ഹരിക്കണം 5. 7 5 35. 5 1 6 10 അല്ലേ. 0 ഇറക്കിയിട്ടപ്പോൾ 2 10 72. അപ്പോൾ 72 ഇങ്ങനെ തുടർന്ന് പോകും. ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ x1 എത്രയാണ്? 120. ഈ 120 നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? 360/3. അതുപോലെ തന്നെ x2 എത്രയാണ്? 90 ആണ്. 90 നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? 360/4. അതേപോലെ x3 72 ആണ്. അത് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? 360/5. അപ്പോൾ ഇതും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അതായത് ഇതും ഈ ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നതും x1 ഇതും നോക്കിക്കേ, x2 ഇതും നോക്കുക, x3 ഇതും നോക്കുക. ഇവിടെയെല്ലാം ന്യൂമറേറ്റർ സെയിം ആണ് അല്ലേ. ഇത് മാത്രം ഞാനൊന്ന് എടുത്തെഴുതുകയാണ്. പൊസിഷനും ടേമും തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കിക്കേ. ഇവിടെ എല്ലാം ന്യൂമറേറ്റർ 360 തന്നെയാണ്. ഡിനോമിനേറ്ററിനാണ് മാറ്റം. ഫസ്റ്റ് ടേം ഇവിടെ 1 ആകുമ്പോൾ ഇവിടെ 3, 1ൻ്റെ അവിടെ 2 കൂട്ടി 3. സെക്കൻഡ് ടേം ഇവിടെ 2 ആകുമ്പോൾ 2ൻ്റെ അവിടെ 2 കൂട്ടി 4 ആണ് ഡിനോമിനേറ്റർ. തേർഡ് ടേം ഇവിടെ 3 ആകുമ്പോൾ 3ൻ്റെ അവിടെ 2 കൂട്ടി 5. ന്യൂമറേറ്ററിന് മാറ്റമേ ഇല്ല. അപ്പോൾ ഫോർത്ത് ടേം എന്ത് വരും? x4 = 360 ഡിനോമിനേറ്റർ 4ൻ്റെ അവിടെ 2 കൂട്ടി 6 വരും. 360/6 എത്രയാ? 36നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 6 36 6. പിന്നെ ഒരു 0 കൂടി ഇട്ടാൽ മതി. അപ്പോൾ പൊതുവായി നമുക്ക് xn എന്തായിരിക്കും? അവിടെയും ന്യൂമറേറ്ററിന് മാറ്റമൊന്നും വരികയില്ല, 360 തന്നെ അല്ലേ. ഡിനോമിനേറ്റർ 1ൻ്റെ അവിടെ 2 കൂട്ടി 3 ആണ്. 2ൻ്റെ അവിടെ 2 കൂട്ടി 4, 3ൻ്റെ അവിടെ 2 കൂട്ടി 5, 4ൻ്റെ അവിടെ 2 കൂട്ടി 6 ആണ്. അപ്പോൾ ഇവിടെ n ആകുമ്പോൾ n+2. അപ്പോൾ മെഷർ ഓഫ് എൻ ഔട്ടർ ആംഗിൾ അതിൻ്റെ ബീജഗണിത രൂപം 360/n+2 എന്നാണ്.